ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് ഫൈക്കാസ് വേൾഡ് ആൻഡ് ആദ്യമായിട്ടൊരു വ്ളോഗിടാണ്. അത് ആദ്യമേ പറയണമല്ലോ. ആൻഡ് ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ അമ്പലത്തിലേക്കാണ്. ആ ഒരു അമ്പലം ബാംഗ്ലൂരിലും കോയമ്പത്തൂരും ഉണ്ട്. നമ്മളിപ്പോൾ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. ആൻഡ് നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കിടന്നുറങ്ങണം. രാത്രിയാണിപ്പോൾ. സോ നമുക്ക് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ. സോ ഇനി കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ കാണാം ഗൈസ്. അതാണ് എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച്. 3, 2, 1 ഓക്കെ, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അതാണ് ഞാൻ 3, 2, 1 എന്നൊക്കെ പറഞ്ഞത്. ആൻഡ് ഈ ഒരു വോയിസ് ഓവർ ആക്ച്വലി ഇത് നമ്മൾ പോയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അത്യാവശ്യം ലേറ്റായിട്ടാണ്, പോസ്റ്റ് ചെയ്യുന്നത് ലേറ്റായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ വണ്ടിയിലിരുന്ന് രാവിലെ ആ ഒരു ഇതിനകത്ത് കാണുന്നൊരു അവിടെ അടിപൊളിയാണ്. അതാണ് ആദ്യോഗി പ്രതിമ ഗൈസ്. ആൻഡ് നമ്മൾ പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ അമ്പലത്തിനകത്ത് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. സോ ഇനിയുള്ളത് ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം, കൊണ്ടുപോകുന്നിടത്തൊക്കെ അത് കൊണ്ടുപോകാൻ ശ്രമിക്കാം കേട്ടോ. ആൻഡ് അത് മാത്രമേ എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ആൻഡ് ഇത്രയും നാളെ എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് അവിടുത്തെ ഒരു ഫോൺ കീപ്പറിൻ്റെ അടുത്ത് കൊടുക്കണം, എന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. അവിടുത്തെ കുറച്ച് കഥകളിലൊക്കെ കയറി. അത്യാവശ്യം അടിപൊളി സാധനങ്ങളുണ്ട്. ബട്ട് ഇത്തിരി എക്സ്പെൻസീവാണ്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ആൻഡ് നമ്മൾ അതിന് ശേഷം ആദ്യമൊക്കെ പ്രതിമയുടെ അടുത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ ശില്പത്തിൻ്റെ അടുത്തോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഇതിലൂടെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതാരും മറക്കരുത്. ആൻഡ് അവിടുത്തെ കുറച്ച് വ്യൂസാണിത്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ആൻഡ് ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കുറച്ചിനി ബാക്കിയുള്ള ആൾക്കാരെ പോലെ കുറച്ച് ഇതായിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സീനറി അടിപൊളിയാണ്. അതാണ് എനിക്ക് പറയാനുള്ള. ആൻഡ് അങ്ങനെ നമ്മളെല്ലാവരെയൊക്കെ ഒന്ന് കാണിക്കാണ്. അടിപൊളിയല്ലേ? അതൊക്കെ അല്ലേ രസം. അതിൻ്റെ എൻ്റെ അമ്മയൊക്കെ വരുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല കോമഡിയും നല്ല ടോക്കറ്റീവായിട്ടുള്ളൊരു ടൂറായിരുന്നു ഇത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ശില്പത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ്. ഞാൻ അവിടെ ഒരു വോയിസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കില്ലാത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. സോ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സാധിച്ചില്ല. ആൻഡ് ഇത് ആദ്യോഗി പ്രതിമ. നമ്മൾ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ എല്ലാ ദിവസവും രാത്രി ലൈറ്റ് ഷോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലേസർ ഷോ എന്ന് പറയും. അത് 7 മണിക്കാണുള്ളത്. അത് അടിപൊളിയാണ്. നമ്മൾ അത് ഇന്ന് കണ്ടിട്ടേ പോകത്തുള്ളൂ. ആൻഡ് അത് കാണാൻ നമ്മൾ 7 മണി വരെ ഇവിടെ തന്നെ ഇരിക്കും. ആൻഡ് അതിൻ്റെ അപ്പുറത്തുള്ളൊരു അമ്പലത്തിലും കൂടെ പോവും. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ഒന്നും ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് മെയിൻ ഇഷ്യൂസ്. ആൻഡ് നമ്മൾ അപ്പോൾ അടുത്തോട്ടൊക്കെ എത്തി. ഓക്കെ, നമുക്ക് എന്താ പറയാൻ, ഇത് അടിപൊളി ട്രിപ്പായിരുന്നു. ഞാൻ അത് അടിപൊളിയാണെന്നേ പറയത്തുള്ളൂ. ആൻഡ് ഈ ഒരു അമ്പലം ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്ക് നല്ല ഒരു ആശ്വാസം കിട്ടുന്ന പോലത്തെ ഒരു അമ്പലം. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് ഗൈസ്. ഐ ഹാവ് ടു ട്രൈ ഇറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഒരു ഭാഗത്ത് നമ്മളിപ്പം ആരെങ്കിലും എവിടെയെങ്കിലും നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അതേ സ്ഥലമൊന്നും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. ഒട്ടും പറ്റത്തില്ല, കണ്ടുപിടിക്കാനേ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ വരെ എത്തി. പക്ഷേ എത്താൻ സാധ്യതയുണ്ട് ഗൈസ്. ആൻഡ് ഇപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. യെസ്, നമ്മൾ ആക്ച്വലി എത്താറായി. ഇവിടെ കുറേ സായിപ്പന്മാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്തുന്നു. ഓക്കെ, നമ്മളിപ്പോൾ എത്തും. എത്തി ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. അതാണ് പറയാൻ, എത്തിയിരിക്കുന്നു. ആൻഡ് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ കഴിഞ്ഞ ദിവസം 7 മണിക്ക് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ രാവിലെ ഒരു 9 o'clock ഒക്കെ ആയപ്പോൾ ഇവിടെ എത്തി. 10:15 ആയപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അവിടെ പാലഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയ ലിംഗത്തിലാണ് അഭിഷേകമൊക്കെ ചെയ്യേണ്ടത്. ആൻഡ് അതൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നത്. എൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ജസ്റ്റ് ഒരു പ്രതിമയെ ചുറ്റുമ്പോഴത്തേക്കുള്ളൊരു സീനാണ്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്
ലേസർ ഷൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സല്ല ആക്ച്വലി എൻ്റെ കസിൻസ്. എൻ്റെ ഇത് അനിയത്തിയാണ്, എൻ്റെ കസിൻ അനിയത്തിയാണ്. ഇതെൻ്റെ അമ്മ എൻ്റെ പിറകിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു പച്ച കളർ ഉടുപ്പിട്ട് രണ്ടുപേരും വെച്ചാണല്ലേ. അതിൽ ഒരു പൂക്കളൊക്കെ ഉള്ളത് എൻ്റെ അമ്മയും, അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് എൻ്റെ വല്യമ്മയാണ്. എന്നെ ഇപ്പോൾ കാണിച്ചത് എൻ്റെ അനിയത്തിയാണ്. ആൻഡ് നോക്കിയാൽ നല്ല രസമാണ്. ഒരു ഇരുട്ടത്ത് മാത്രം കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനത് വീണ്ടും പറയുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ സ്ഥലമൊക്കെ എത്തിയെങ്കിലും നമ്മൾ ലേസർ ഷോ കണ്ടില്ലല്ലോ. ആൻഡ് ഗൈസ്, പിന്നെ നമ്മൾ ലേസർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ബസ്സിൽ കയറി ആൻഡ് ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. ആൻഡ് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. സോ അത് നമ്മളിനി വീട്ടിൽ എത്തുമ്പോൾ കാണാം. 3, 2, 1 വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തി നമ്മൾ ഫ്രഷ് ആയൊക്കെ ചെയ്തു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആദ്യമായിട്ടാണ് എൻ്റെ കാണുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആൻഡ് ബൈ ബൈ.